നമ്മൾ ഇന്നലെ മാർക്കറ്റിന്റെ കേസ് എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം അതുകൊണ്ട് തന്നെ സംഭവിച്ചു. ഈ ഒരു ലൈൻ, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ലൈൻ വളരെ ക്രൂഷ്യൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് അവിടെ നിന്ന് മുകളിലോട്ട് പോയി. ഈ ഒരു ലൈൻ ആണെങ്കിലും നേരെ രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്ത് ഈ ഒരു ലൈനിൽ കൺസോളിഡേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് ഇത് ഞാൻ പറയുന്നത് ഈ 3 ലൈനുകളാണ് ഇന്നലെ പറഞ്ഞത്. ഈ ഒരു ലൈൻ അപ്പർ സൈഡ് ആണെങ്കിൽ ഈ ഒരു ലൈൻ, താഴേക്കാണെങ്കിൽ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നവർക്കാണെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് ട്രേഡ് എടുക്കുന്നവർക്കാണെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. സോ ഇവിടുത്തെ ഓപ്പണിംഗ് റേഞ്ച് കട്ട് ചെയ്ത് താഴോട്ട് പോയ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ ഏത് രീതി എന്താണെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി ട്രേഡ് എടുത്തവരായിരിക്കും. അപ്പോൾ ഇതിൽ ഇന്നലെ പറഞ്ഞ രീതിയിൽ തന്നെ ഈ 2 ലൈനെ റെസ്പെക്ട് ചെയ്ത് കൃത്യമായിട്ടും മാർക്കറ്റ് മൂവ് ചെയ്തു. ദാറ്റ് മീൻസ് അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലൈൻ ആണെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇന്നെന്താ മാർക്കറ്റ് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടെമ്പററി റെസിസ്റ്റൻസ് കൂടെ നമ്മളിവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ടെമ്പററി റെസിസ്റ്റൻസ് കൂടെ നമ്മൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിനെ നമ്മൾ നോക്കുക. ഇവിടുന്ന് ഒരു റിജക്ഷൻ തന്നെ മേലോട്ടാണെങ്കിൽ വരും. അതല്ല ഈ പറഞ്ഞ ലൈന് എബോ ആണെങ്കിൽ ഈ 24,240 മേളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് നോക്കുക. അതിന് എബോ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ 300 എന്ന് പറയുന്ന ലൈൻ വളരെ ക്രൂഷ്യലാണ്. ഈ ലൈനിൽ റിജക്ഷൻ എന്താണ് നടക്കുന്നത്? റിജക്ഷൻ നടക്കുമോ അതോ ബ്രേക്ക്ഔട്ട് ചെയ്യുമോ എന്നുള്ള കൃത്യമായിട്ട് നോക്കുക. ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം മുകളിലോട്ട് ട്രേഡ് എടുക്കുക. കാരണം മുകളിലോട്ടൊരു പൊട്ടൻഷ്യൽ നിലവിൽ ഇപ്പം മാർക്കറ്റിലില്ല. പക്ഷേ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അപ്സൈഡ് ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ 24,180 എന്ന് പറഞ്ഞ ലൈൻ, ഈ ലൈനിന് താഴേക്കാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. അതിനുശേഷം ഈ ഒരു ലൈനിൽ വരുമ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ട്രേഡ് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഈ ഒരു റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തവണ റിജക്ഷൻ അടിക്കും, താഴേക്ക് പൊട്ടിപ്പോകാൻ സാധ്യത കുറവാണ്. ജസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പോവുക. അതായത് ഒരു ഫസ്റ്റ് ഇടിയിൽ തന്നെ താഴോട്ടൊന്നും പോകില്ല. ഒന്ന് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് താഴേക്ക് ഉണ്ടെങ്കിൽ താഴേക്ക് പോകത്തുള്ളൂ. ഈ ലൈന് താഴേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24,000 ഉറപ്പായിട്ടും വരും. 100% ഉറപ്പാണ് ഈ ലൈൻ വരും. ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വരും. അത്രയും ഒരു പൊട്ടൻഷ്യൽ ഡൗൺ സൈഡ് ട്രെൻഡാണ് ഇപ്പോൾ മാർക്കറ്റിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ലൈൻ വാച്ച് ചെയ്യുക. വളരെ ക്രൂഷ്യൽ ലൈനാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ എന്താണ് ഈ ഒരു റേഞ്ചിൽ എന്താണ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഈ ലൈൻ വാച്ച് ചെയ്തതിന് ശേഷം ട്രേഡ് നോക്കുക. അതല്ല ഇവിടുന്ന് താഴേക്കാണ് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന ഏരിയയിൽ താഴേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഈ 2 ലൈൻ നോക്കുക. ഈ 2 ലൈനുകളിൽ എന്താണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നത് അതനുസരിച്ച് മാത്രം ട്രേഡ് നോക്കുക. ഓക്കെ, അതല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. ഈ മേജർ 2 ലൈൻ 3 ലൈൻ ഉള്ളത് കൊണ്ട് ഇത് ടെമ്പററി സപ്പോർട്ടാണ്. അതായത് ടെമ്പററി സപ്പോർട്ട് എന്ന് ഇന്നലത്തെ ഒരു റെസിസ്റ്റൻസ്, ഇന്നലത്തെ മണിയാകത്തെ കൊണ്ട് ഒരു ജോയിന്റ് റെസിസ്റ്റൻസ് വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു ടെമ്പററി സപ്പോർട്ടാണ്. പക്ഷേ ഇന്നത് ആക്ട് ചെയ്യും. അതിന് ഇത് ആക്ട് ചെയ്യും. ഈ റെസിസ്റ്റൻസ് കൊണ്ട് എന്തായാലും ആക്ട് ചെയ്യും. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ 2 ലൈനുകളാണ് ക്രൂഷ്യൽ, താഴേക്കാണെങ്കിലും മുകളിലേക്കാണെങ്കിലും. ഓക്കെ.